സ്നേഹമുള്ള ജ്ഞാനായ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സമുദായത്തിൻ്റെ അനിവാര്യമായ അനുഷ്ഠാനങ്ങളിൽ ഒന്നായ സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കുന്നതിൽ ഒരു വലിയ പ്രതിസന്ധി വരുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും മാർച്ച് മാസം 23-ാം തീയതി നമ്മുടെ രൂപതയ്ക്ക്, നമ്മുടെ സമുദായത്തിന് ഒക്കെ എതിരായി ഒരു വിധി വന്നിട്ടുള്ളത്. ഈ വിധി ഒരു ദിവസം പൊടുന്നനവേ വന്ന ഒന്നല്ല. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സബ് കോടതിയിൽ 106/2015 നമ്പറായി ഫയൽ ചെയ്ത ഒരു ഒറിജിനൽ സ്യൂട്ട്, അതേക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഒരു 4 പരാതിക്കാർ അവർ സമർപ്പിച്ച പരാതിയിൽ അവർ ആവശ്യപ്പെട്ടത് മാറിക്കെട്ടിയ അവരെ തിരിച്ചെടുക്കണമെന്നും ഇനിമേലാൽ ഈ എൻഡോഗമി എന്ന് പറയുന്നത് നിയമപരമല്ല എന്നും അത് ഒരു വ്യക്തിയുടെ സിവിൽ റൈറ്റ്സിനെയും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെയും ഹ്യൂമൻ റൈറ്റ്സിനെയും അതുപോലെ കാനൻ ലോയ്ക്കും എതിരാണ് എന്നും മറ്റുമാണ് അവർ ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടോ ആ കേസ് നമ്മുടെ രൂപത തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ സത്യസന്ധമാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെയാണ് ആ കേസ് നടത്തിയത് എന്ന് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് പെറ്റീഷൻ്റെ 43-ാമത്തെ പാരഗ്രാഫ് 17-ാമത്തെ പേജിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: that Mar Kuriakos Kunnasheri retired as Bishop of Defendant number 2 on 14th January 2006 on attaining the retirement age of 75 years. Mar Matthew Moolakad, the present incumbent, succeeded Mar Kuriakos Kunnasheri. Initially, Mar Matthew Moolakad had taken an ideal stand that endogamy and faith are to be practiced in the community and church level respectively, and both should not be mixed. However, the powerful vested interest of the old establishment in defendant number 2 conspired together to silence any such reformist attempts, with the result that the status quo continues to be maintained by the defendant number 1 and 2 to the immense detriment of the faithful. ഇത് അവരുടെ പരാതിയിൽ എങ്ങനെ കടന്നുകൂടി എന്നത് നമ്മുടെ കോട്ടയം മെത്രാൻ സമാധാനം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കോട്ടയം മെത്രാൻ ഒരു റിഫോർമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് എൻഡോഗമി കമ്മ്യൂണിറ്റിയിൽ നിലനിർത്തിക്കൊണ്ട് ഫെയ്ത്ത് ചർച്ചിൽ ഇത് കൊണ്ടുവരാതെ ഉള്ള നടപടി ഉണ്ടായിരുന്നു, അതിനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമെന്ന് ഇവർ പറയുന്നു. അതെന്തുകൊണ്ടോ ട്രഡീഷണലിസ്റ്റുകൾ അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് മറിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോഴുള്ള കാര്യങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തെ ഇത് തുടരാൻ, അല്ലെങ്കിൽ ഈ എൻഡോഗമി അവസാനിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അത് കമ്മ്യൂണിറ്റിയിൽ അത് തുടരാൻ അനുവദിക്കാത്തതിൽ, കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്നെങ്കിലും ചർച്ചിൽ നിന്ന് അത് മാറ്റി നിർത്തണമെന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അത് നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നത് ഈ സാഹചര്യത്തിലാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം തീർച്ചയായും ഈ പരാതി സമർപ്പിക്കുന്നതിന് മുൻപ് കോട്ടയം അതിരൂപത അധ്യക്ഷനും ഈ പരാതിക്കാരും തമ്മിൽ നടന്ന ചർച്ചയുടെ ബാക്കി മാത്രമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു റിഫോർമിസ്റ്റ് ആണ് എന്ന് ഇവർ എങ്ങനെ മനസ്സിലാക്കി? ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഇതാണ്. ഐഡിയൽ സ്റ്റാൻഡ് അദ്ദേഹം എടുത്തു എന്നാണ്. അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ മാറി. മാത്യു മൂലക്കാട് had taken an ideal stand that endogamy and faith are to be practiced in the
കമ്മ്യൂണിറ്റി ആൻഡ് ചർച്ച് ലെവൽ റെസ്പെക്റ്റീവ്ലി ആൻഡ് ബോത്ത് ഷുഡ് നോട്ട് ബി മിക്സ്ഡ്. ഇത് രണ്ടും സമ്മിശ്രമാകാതെ, കൂട്ടിക്കലർത്താതെ എൻഡഗമി കമ്മ്യൂണിറ്റിയിലും അത് ചർച്ചിൽ പാടില്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ് ആയിരുന്നു ഇപ്പോഴത്തെ മൂലക്കാട്ട് ബിഷപ്പ് എന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കി? അതിൻ്റെ അർത്ഥം തീർച്ചയായും ഇവർ തമ്മിൽ ദർ വാസ് എ പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്. ഇവർ തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാണണമെങ്കിൽ ഇനി ബാക്കി അങ്ങോട്ടുള്ള കുശലത നിറഞ്ഞ, കാപട്യം നിറഞ്ഞ, അല്ലെങ്കിൽ കുടിലത നിറഞ്ഞ ചില കാര്യങ്ങൾ രൂപത ചെയ്തു വെച്ചതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഈ കാര്യങ്ങൾ ബോധ്യമാവും. ഇതങ്ങനെ കഴിഞ്ഞു. ഇതിൻ്റെ ആക്ഷേപം ഫയൽ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ കോട്ടയം അതിരൂപതയ്ക്കും അതിരൂപത അധ്യക്ഷനും വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ശ്രീ അജി ജോസഫ് അദ്ദേഹം സമർപ്പിച്ച ആക്ഷേപത്തിൽ പറയുന്ന ഒരു കാര്യം പേജ് നമ്പർ 23 ഒരു കാര്യം പറയുന്നുണ്ട്. പേജ് നമ്പർ അല്ല, പാരഗ്രാഫ് നമ്പർ 23. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: In such cases, the traditionally followed practical procedure is that the Knanaya spouse requests permission to leave the Knanaya ecclesiastical unit and becomes a member of the non-Knanaya parish and the eparchy of the family domicile. If the bond of such marriage ceases to exist by death or by any other canonical reasons, the Knanaya spouse of such marriage, having no other encumbrance, can again become a member of the Knanaya ecclesial unit, provided he or she obtains due permission from the ecclesiastical authorities concerned. അതിനുശേഷമുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മെമ്പർഷിപ്പ് ഇൻ ദി Knanaya community or archdiocese of Kottayam is a birthright that follows from being born to Knanaya parents exclusively. Means ജ്ഞാനായ മാതാപിതാക്കൾക്ക് ജനിച്ച ഏതൊരു വ്യക്തിയും ജ്ഞാനായക്കാരനാണ് അല്ലെങ്കിൽ ജ്ഞാനായക്കാരിയാണ് എന്നതും ആ അവകാശം, അങ്ങനെ ലഭ്യമാകുന്ന അവകാശം ജന്മാവകാശമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുൻപ് കുന്നശ്ശേരി ബിഷപ്പിന്റെ കാലത്ത് അദ്ദേഹം നൽകിയിരുന്ന നിർവചനം, ജ്ഞാനായക്കാരൻ അഥവാ ജ്ഞാനായക്കാരി ആരാണെന്നുള്ള നിർവചനം ഇങ്ങനെയാണ്: ജ്ഞാനായ മാതാപിതാക്കൾക്ക് ജനിക്കുകയും വിവാഹം കഴിക്കുന്നുവെങ്കിൽ ജ്ഞാനായേതര ജീവിത പങ്കാളിയെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജ്ഞാനായക്കാരൻ അഥവാ ജ്ഞാനായക്കാരി എന്നതാണ്. അവിടെ അപ്പോൾ വരുന്നത് കമ്മ്യൂണിറ്റി റൈറ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബർത്ത് റൈറ്റ് ആണെന്നാണ്. അത് കമ്മ്യൂണിറ്റി റൈറ്റ് ആണ് എന്ന് പറയേണ്ട സ്ഥാനത്താണ് ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞത്. ബർത്ത് റൈറ്റിൻ്റെ ഒരു പ്രത്യേകത, അങ്ങനെ ഒരു അവകാശം അത് ബർത്ത് റൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ഇടപെടൽ മൂലമല്ലാതെ, കോടതിയുടെ ഇടപെടൽ മൂലമല്ലാതെ അങ്ങനെ ഒരു അവകാശം നിങ്ങൾക്ക് നിഷേധിക്കുവാനോ ഇല്ലാതാക്കുവാനോ ആകില്ല. കാരണം പലപ്പോഴും പല കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട കോടതികൾ പറയുന്നത്, വൺസ് എ റൈറ്റ് ഈസ് ടേംഡ് ആസ് ബർത്ത് റൈറ്റ്, it cannot be taken away by any authority at any point of time except according to procedure established by law. നിയമത്തിൻ്റെ ഒരു നിവർത്തീകരണത്തിലൂടെ അല്ലാതെ, ഒരു കോടതിയുടെ ഇടപെടലുകളിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ജന്മാവകാശം നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശമാണ്. ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശം ജന്മാവകാശമാണ്. അതൊരു മൗലിക അവകാശമാണ്. അതില്ലാതെയാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുറ്റകൃത്യം നിങ്ങൾ
അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന ഗണത്തിൽ പെടുത്താൻ കഴിയുന്ന ഒരു ഒരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്യുകയും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്താവുന്നതുമാണെങ്കിൽ മാത്രം വധശിക്ഷ പോലുള്ള ശിക്ഷ നൽകാവുന്നതാണ്. അങ്ങനെ മാത്രമേ ഒരു ജന്മാവകാശം ഇല്ലാതെയാക്കുവാൻ, അല്ലെങ്കിൽ അതുപോലുള്ള ഘട്ടങ്ങളിൽ കോടതികളുടെ ഇടപെടലിലൂടെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ജന്മാവകാശം നീക്കം ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ വിവാഹം എന്നത് ഒരു കുറ്റകൃത്യം ആണെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മറ്റ് രീതിയിൽ എല്ലാം നമ്മൾ നോക്കുമ്പോൾ നിയമപരമായി യോഗ്യതകളുള്ള ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതൊരു കുറ്റകൃത്യം ആകുന്നില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ സമ്മതിച്ചിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ബർത്ത് റൈറ്റ് ആ വ്യക്തിയിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല.